ഹലോ, ഇപ്പോൾ ഞാൻ ദുബായിലെ ഹത്തയിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുബായിൽ നിന്നും ഒമാനിലേക്ക് റോഡ് മാർഗം പോവുകയാണ്. ഇതാണ് ഹത്ത ബോർഡർ ദുബായിയുടെ സൈഡിൽ. നമ്മളിപ്പോൾ ഒമാനിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഒമാനിലെ മസ്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തിയൊക്കെ പതുക്കിയാണ് പോയത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കാണിക്കുക, ഞങ്ങളുടെ ഓർമ്മയ്ക്കൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കി വെക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരാൾ പച്ചക്കറിയൊക്കെ ഇട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വാഴക്കൃഷി കുറച്ച് പരിപാടികളൊക്കെ അതിൻ്റെ അകത്ത് കണ്ടു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്രകൾ ഇങ്ങനെ തുടരുകയാണ്. ദുബായിൽ എമിറേറ്റ്സ് ഐഡിയുള്ള എല്ലാവർക്കും ഇപ്പോൾ വിസയുടെ എക്സിറ്റ് ചാർജും അതേപോലെ അവിടെ എൻ്റർ ചെയ്യേണ്ട ചാർജും ഉണ്ടായിരിക്കില്ല. 14 ദിവസത്തെ വിസയാണ് നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു കിട്ടുക. വണ്ടിയുടെ ഇൻഷുറൻസ് മാത്രം എടുക്കണം. അത് ലിവ ഇൻഷുറൻസ് പറഞ്ഞിട്ട് ഞങ്ങൾ കിയോസ്ക് മെഷീൻ ബോർഡറിലുണ്ടായിരുന്നു. അവിടെ ഞാൻ 5 ദിവസത്തെ ഇൻഷുറൻസിന് കാറിന് വന്നത് 130 ദിർഹംസാണ്. ഞാൻ ആ ഇൻഷുറൻസ് കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ബോർഡറിൽ പോയിട്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു 1 hour വന്ന് 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഫാം പോലെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു. പശുക്കൾ അതേപോലെ ഒരുപാട് വാഴക്കൃഷികളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റി. പിന്നെ അവിടെ പണിക്ക് നിൽക്കുന്ന പണിക്കാർ തമ്മിൽ മുടി വെട്ടാനൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് മുടിയൊക്കെ വെട്ടുന്നത്. അവർ ആഫ്രിക്കനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഈ യാത്രകൾ നമ്മൾ പോകുമ്പോൾ സ്ഥലങ്ങൾ കാണാമെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആ പോകുന്ന ഇടയിലുള്ള ഈ കുഞ്ഞു സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലും ഇതിലൊക്കെ തങ്ങി നിൽക്കുന്നത്. യാത്ര തുടർന്നപ്പോൾ ചെറിയ വിശപ്പ്. അപ്പോൾ ചെറിയൊരു ഡിഷ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു സലാലയുടെ സ്പെഷ്യലാണെന്ന് പറയുന്നു. ഫത്തീര സലാല ജിബിനാസർ എന്നാണ് മനസ്സിലാക്കിയത്. പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഏകദേശം 450 കിലോമീറ്ററോളം വന്നിട്ട് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി മസ്കറ്റിലെത്തിയിരിക്കുകയാണ്. മസ്കറ്റിൽ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം റൂവി എന്നാണ്. നേരത്തെ കണ്ട ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസം പെരുന്നാളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഇപ്പോൾ സമയം ഒരു 6 മണിയാണ്. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ റൂം തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ ദുബായിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ തിരക്കൊക്കെ ഒന്ന് വളരെ കുറവായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ ഒരുപാട് പാർക്കിംഗ് സ്പേസുകളൊക്കെ കാലിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ദുബായിൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ മത്ര കോർണിഷിൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മത്ര കോർണിഷ്, അതേപോലെ മത്ര സൂക്ക്, മത്ര ഫോർട്ട്, അൽ അലം പാലസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ അൽ അലം പാലസിലേക്കാണ്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് സ്ഥലങ്ങളെ പേര് മാത്രം പറയുന്നുള്ളൂ. ഇത് നമ്മുടെ റൂവി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പാലസിൽ പോയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമ്മൾ വന്ന സ്ഥലം ഷാത്തി അൽ കുറം ബീച്ച് എന്നും പറയുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്കാണ് ഞാൻ വന്നത് കേട്ടോ. ഈ ഒരു ഏരിയാസൊക്കെ നമ്മുടെ ആ ബീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പോയത് റോയൽ ഒപ്പേര ഹൗസ് മസ്കറ്റ്. മസ്കറ്റ് ടൗൺ വന്നിട്ട് ഒരു മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ടൗണാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാക്കിലൊക്കെ നോക്കുമ്പോൾ മലകളൊക്കെ എല്ലാ ബിൽഡിങ്സിൻ്റെയും ബാക്കിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ അടുത്ത് നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് സുൽത്താൻ കുബൂസ് ഗ്രാൻഡ് മോസ്ക്. ദുബായിൽ നിന്നും നമ്മൾക്ക് ഏകദേശം ഒരു 470 കിലോമീറ്ററോളം മസ്കറ്റിലെ റൂവിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് റണ്ണിങ് ആയിട്ട് ഒരു 5 hours 6 hours വരും. പക്ഷേ ടോട്ടലായിട്ട് നമ്മൾ ബോർഡറിലൊക്കെ നിർത്തുന്നതും അതേപോലെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് വരുവാണെങ്കിലും പിന്നെ ഫുഡിനുള്ള നിർത്തലും എല്ലാം കൂടി നമുക്കൊരു 10 hours 9 hours ഒക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് മസ്കറ്റിലെ റൂവി എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ഏരിയ.
അടുത്ത് നമ്മൾ പോയത് ടൗണിൽ നിന്ന് ഒരു 10-20 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട്. വാദി അൽ ബാത്ത് പാർക്ക്, അതിൻ്റെ വേറൊരു പേരാണ് അമരാത്ത് ഡക്ക് വാദി. അവിടെ പോയൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മസ്കറ്റിൻ്റെ ഒരു നല്ലൊരു വ്യൂ കാണാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഒമാൻ മാളിലേക്കാണ്. നമ്മളെ ഒമാനിലെ അടുത്ത ദിവസമാണ് കേട്ടോ, 2ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഒരു ലോങ് ആണ് യാത്ര. ഒരു 124 കിലോമീറ്റർ പോയിട്ട് സിങ്ക് ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ പോണ്ടാണ്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു സൈഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ബീച്ചൊക്കെ കാണാൻ പറ്റും. അവിയത്ത് നജത്ത് പാർക്കൊന്നും ഈ സിങ്ക് ഹോളിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എൻട്രൻസ് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും കുളിക്കാനൊക്കെ തയ്യാറായിട്ട് തന്നെ വരിക, ട്രൗസർ കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട്. മാത്രമല്ല പെട്രോൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വണ്ടിയിൽ അടിച്ചുകൊണ്ട് വരിക, കാരണം കുറച്ച് ദൂരെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് ആ ബീച്ച് സൈഡിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ വാദി ഷാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. ഒരു 32 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. ഇതും ഒരു വാദിയാണ്, ഒരു വെള്ളച്ചാട്ടം പോണ്ട് പോലത്തെ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പോണ്ടിൻ്റെ ഒരു ഭാഗം ഒന്ന് ക്രോസ് ചെയ്തിട്ട് വേണം കുറച്ച് നടക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബോട്ട്സുകളുണ്ട്. അപ്പോൾ 1 റിയാൽ അവർ ഒരാൾക്ക് തിരിച്ചു വരാനായിട്ട് മേടിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ കാണുന്ന പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് അതിങ്ങനെ നടന്ന് പോവാം. അപ്പോൾ നമുക്ക് ആ 1 റിയാൽ, അതായത് ദിറംസിൽ 10 ദിറംസ് ഒരാൾക്ക് റിട്ടേണിൽ അങ്ങനെ ലാഭിച്ചൊക്കെ അതിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് ആ ഒരു ചെറിയ പോണ്ടിൻ്റെ പോർഷൻ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാഫ് ആൻ അവറോളം നമുക്ക് നടക്കാനുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ വാഴ വെച്ചിട്ടുണ്ട്, ഭയങ്കര അത്ഭുതമല്ലേ. ഇവിടെ നിന്നുള്ള യാത്ര നടക്കലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഹിൽ ഏരിയ ഒക്കെ നല്ല രസമാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാനിതിനെ പറയും. ഇതിപ്പോൾ സമയം വന്നിട്ട് മെയ് അവസാന വീക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് പോലും നല്ലോണം വെള്ളം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാരൊക്കെ ചാടി കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വാദി ഒരുപാട് ഉള്ളിലോട്ടുണ്ട് കേട്ടോ. എത്ര നടക്കുവാണെങ്കിലും നമുക്ക് അവിടെ വെള്ളമൊക്കെ കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ആ ബോട്ടിൽ തിരിച്ചു വന്നു. പോകുമ്പോൾ ഞങ്ങൾ നടന്നാണ് പോയത് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ രാത്രി മത്ര സൂക്കിലൊന്ന് പോയി അവിടുത്തെ ഒരു വൈബ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് തിരിക്കുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾ ബീച്ച് സൈഡ് ഇതൊക്കെ കണ്ട്, കാരണം ഇതൊരു ബീച്ചിൻ്റെ സൈഡിലാണ് കറക്റ്റ് ദുബായിക്കുള്ള റോഡ് വരുന്നത്. നമുക്കൊരു കട്ടിങ് ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബീച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വൈബ് കാര്യങ്ങളൊക്കെ കണ്ട് ഉൾപ്രദേശമൊക്കെ എങ്ങനെയായിരിക്കും, ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് പോയത്. പെട്രോളിന് റേറ്റ് ഇത് ഒമാനിൽ കുറവുണ്ട് കേട്ടോ. 2.29 ദിറംസിൻ്റെ ഈക്വലിൻ്റെ റേറ്റൊക്കെയാണ് 1 ലിറ്ററിന് വരുന്നുള്ളൂ പെട്രോൾ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പറയണമെന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹൈവേയും അതേപോലെ നോർമൽ ഹൈവേയും നമുക്ക് ദുബായ് ടു മസ്കറ്റ് പോകുമ്പോൾ കിട്ടും. എക്സ്പ്രസ് ഹൈവേയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൗൺ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ പോയത് നോർമൽ ഹൈവേയിലാണ്. ഒരു ഹാഫ് ആൻ അവർ ഡിഫറൻസ് ഒക്കെയാണ് ടോട്ടലിൽ വരുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ സൊഹാർ തുടങ്ങിയ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദുബായിക്ക് എത്താറായി. ഇപ്പോൾ ഹത്ത ബോർഡർ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.